അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 57-ാം സങ്കീർത്തനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ശൗലിൻ്റെ മുമ്പിൽ നിന്നും ദാവീദ് ഓടിപ്പോയ കാലത്ത് പാടിയ ഒരു സങ്കീർത്തനമാണ് 57-ാം സങ്കീർത്തനം എന്ന ഹെഡിങ്ങിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിൽ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നുവെന്ന് യോനാ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോന പറയുന്നു. നീയും നിന്റെ ദൈവവും നീതിയുള്ളവനാണെന്ന് ഫറവോൻ മോശയോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ദാവീദ് പറയുന്നത് പോലെ ദൈവം അത്യുന്നതനായ നീതിയുള്ള ദൈവമാണ്. തന്നോട് ആര് നിലവിളിക്കുന്നുവോ അവരെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ഓടിയെത്തുന്നവനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ദൈവം ആരെ സഹായിച്ചാലും ഒരു പ്രതിഫലവും മേടിക്കുന്നില്ല, ഒരു നേർച്ചകാഴ്ചയും ആവശ്യപ്പെടുന്നുമില്ല. ഇവൻ സർവശക്തനാണെന്ന് പറയുവാൻ കാരണം ഇവനെപ്പോലെ ശക്തൻ വേറെ ആരുമില്ലാത്തതിനാലാണ്. ഈ ദൈവമാണ് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തു. കരയെ അവനാണ് നിർമ്മിച്ചത്, കടലിനെ അവനാണ് നിർമ്മിച്ചത്, മനുഷ്യവർഗത്തെ അവനാണ് സൃഷ്ടിച്ചത്. ഇല്ലായ്മയിൽ നിന്നുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ചുട്ടുപൊള്ളുന്ന പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിക്കുവാനും മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാനും കടലിനെ വറ്റിക്കുവാനും മരുഭൂമിയെ ജലതടാകമാക്കുവാനും ഈ യേശുവിന് കഴിയും. അവനത് തെളിയിച്ചിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുവാനും ദരിദ്രരെ ആഹാരം കൊടുത്ത് സംരക്ഷിക്കുവാനും ഈ യേശുവിന് കഴിയും. പിശാചിനെ പുറത്താക്കുവാനും മനുഷ്യർക്ക് സമാധാനം കൊടുക്കുവാനും ഈ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അനേകം വ്യക്തികൾക്ക് ഇന്നും അവൻ രോഗശാന്തിയും സമാധാനവും നൽകുന്നു. തന്നെയുമല്ല, മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്ത നിത്യജീവൻ കൊടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ക്രൂശിലെ കള്ളന് നിത്യജീവൻ കൊടുത്തത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നാണ്. നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രൂശിലെ കള്ളനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. നമുക്കത് വിശ്വസിക്കുവാൻ പ്രയാസമില്ല. കാരണം യേശു പറഞ്ഞത് മരണമൊഴിയാണ്. മരണമൊഴി അംഗീകരിക്കുവാൻ ഇന്ത്യൻ സുപ്രീം കോടതി പോലും തയ്യാറാണ്. മരിക്കുവാൻ തുടങ്ങുന്ന വ്യക്തിക്ക് നുണ പറയേണ്ട ആവശ്യമുണ്ടോ? തന്നെയുമല്ല, ഈ യേശു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. വാഗ്ദത്തം തരികയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും വഴി തുറക്കുകയും വഴി അടയ്ക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ കുറിച്ച് അഥവാ കർത്താവായ യഹോവയെക്കുറിച്ച് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ് എന്ന് ദാവീദ് പറയുകയാണ്. ഏതെല്ലാം കാര്യങ്ങളാണ് ദൈവം ദാവീദിന് നിവർത്തിച്ചു കൊടുത്തതെന്ന് പറയുവാൻ സമയപരിമിതിയുണ്ട്. എങ്കിലും ചെറിയ ഒരു വിവരണം മാത്രം പ്രസ്താവിക്കാം. യഹോവയുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളയാടുകൾ നോക്കുന്ന വേലയിൽ നിന്നും ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം ദാവീദിനെ ഉയർത്തി. ജനത്തെ അവന് കീഴാക്കി കൊടുത്തു. ശൗൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും ചുറ്റുമുള്ള സകല ശത്രു രാജാക്കന്മാരിൽ നിന്നും സ്വന്തം മകനായ അബ്ശലോമിൻ്റെ കയ്യിൽ നിന്നും അഹിതോഫലിൻ്റെ കയ്യിൽ നിന്നും യഹോവ അവനെ രക്ഷിച്ചു. അതുകൊണ്ടാണ് താൻ വിളിച്ചപേക്ഷിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ് എന്ന് പ്രസ്താവിച്ചത്. തനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ് യഹോവ എന്ന് അവന് നന്നായിട്ടറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മുഖപക്ഷമില്ല. കൈക്കൂലി വാങ്ങുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു.
ഇടിവെട്ടിക്കുന്ന ദൈവത്തിന് നമ്മുടെ പടക്കം ആവശ്യമില്ലല്ലോ. കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിന് നമ്മുടെ മെഴുകുതിരി വെട്ടം ആവശ്യമില്ല. ദൈവത്തിന് നമ്മിൽ നിന്നും ആകെ ആവശ്യമുള്ളത് നമ്മുടെ ഹൃദയം മാത്രമാണ്. യേശു വിശുദ്ധനാകയാൽ നാമും വിശുദ്ധർ ആകണം. അത് മാത്രമേ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ ഹൃദയം നാം വിശുദ്ധിയിൽ സൂക്ഷിക്കാമെങ്കിൽ നിശ്ചയമായും ദാവീദിനെ സഹായിച്ച കർത്താവ് നമ്മെ നമ്മുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ എല്ലാവർക്കും ജ്ഞാനം കൊടുക്കുന്ന യേശുവിനോട് ചോദിക്കൂ, അവൻ ജ്ഞാനം നൽകും. സമാധാനമില്ലാത്ത അവസ്ഥയാണോ നമ്മെ അലട്ടുന്നത്? യേശു സമാധാനം നൽകുന്നവനായ നല്ല കർത്താവാണ്. കൂട്ടുകാർ നമ്മെ നിന്ദിക്കുന്ന സമയത്ത് യേശുവിനോട് നാം പറഞ്ഞാൽ നിശ്ചയമായും അവൻ അതിന് പരിഹാരം വരുത്തും. സാമ്പത്തിക പ്രതിസന്ധിയാണോ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്? നിശ്ചയമായും അതിനും അവൻ പരിഹാരം വരുത്തുവാൻ ശക്തനായ ദൈവമാണെന്ന് അവൻ തെളിയിച്ചിട്ടുണ്ട്. നല്ല ഭാവിക്ക് വേണ്ടിയാണോ ഭാരപ്പെടുന്നത്? യേശുവിനോട് പറ. നമ്മുടെ ഭാവിയെല്ലാം കരുതുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരിക്കലും ഒരു വിഷയത്തിൻ്റെ മുമ്പിലും പതറിപ്പോകരുത്. നാം പതറിയാൽ സാത്താൻ ജയിക്കുമെന്ന യാഥാർത്ഥ്യം നാം മറന്നും പോകരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിനാൽ നമ്മുടെ ആയുസ്സിനോട് ഒരു നിമിഷം കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ലല്ലോ. എന്നാൽ യേശുവിൽ നാം ആശ്രയിച്ചാൽ അവൻ നമുക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരും. നാം പാപം ചെയ്യാതെ ബൈബിൾ വായിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും വേണം എന്നേ ഉള്ളൂ. എന്നാൽ അവൻ നിത്യജീവനെയും തരും. ഓർക്കുക, യേശു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനാണ്. യേശുവിൻ്റെ ശരീരം മടികൊണ്ട് കീറി മുറിഞ്ഞ ആ മുറിവിൽ നിന്നും ഒഴുകിയ രക്തമാണ് നമ്മുടെ പാപം ക്ഷമിക്കുവാൻ മുഖാന്തരമായി തീർന്നത്. ആകയാൽ പാപം ചെയ്യാതെ നാം നമ്മെ തന്നെ കാത്ത് ജീവിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ യേശുവിനെ അറിയിക്കുകയും ചെയ്യണം. എന്നാൽ നിശ്ചയമായും നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി നമ്മെ സഹായിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ നിശ്ചയമായും അവൻ നിത്യജീവനെയും നമുക്ക് തരും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ സകല പ്രശ്നങ്ങളുടെ പരിഹാരകനായ അങ്ങ് അവർക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്നും മോചനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. കടഭാരം മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് കടഭാരത്തിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.